കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ കൊടിക്കൂറയിൽ സ്വയം ഹനുമാൻ സ്വാമി ചിഹ്നമായതെങ്ങനെയാണ്? ഇത് സംബന്ധിക്കുന്ന ഒരു നാടോടി കഥ ഇപ്രകാരമാണ്. ഒരു തീർത്ഥയാത്രാ വേളയിൽ അർജുനൻ ശ്രീരാമ ഭഗവാൻ ലങ്കയിലേക്ക് നിർമ്മിച്ച പാലം കാണാനിടയായി. ആ സന്ദർഭത്തിൽ ഒരു പാലം പണിയാൻ എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭു വാനരന്മാരുടെ സഹായം തേടി? സ്വയം അമ്പുകൾ കൊണ്ട് പണിയാമായിരുന്നല്ലോ എന്ന ചോദ്യം അർജുനൻ ആ കടൽത്തീരത്ത് കൂടിയിരുന്ന് രാമായണം വായിക്കുകയായിരുന്ന പണ്ഡിതരോട് ചോദിച്ചു. അവർക്കാർക്കും ഉത്തരമില്ലായിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്കുരങ്ങ് അവിടേക്ക് വന്ന് അമ്പുകൾ കൊണ്ട് നിർമ്മിച്ച പാലത്തിലൂടെ വാനരന്മാർ നടന്നാൽ അത് തകർന്നു വീഴുമെന്ന് അഭിമാനത്തോടെ പറഞ്ഞു. ഇത് അംഗീകരിക്കാതിരുന്ന അർജുനനും കുരങ്ങനും തമ്മിൽ തർക്കമായി. ഒടുവിൽ പന്തയം വെച്ചു. അർജുനൻ അമ്പുകളാൽ നിർമ്മിക്കുന്ന പാലം വാനരൻ നടക്കുമ്പോൾ തകർന്നു വീണാൽ അർജുനൻ അഗ്നിസ്നാനം ചെയ്യണമെന്നും മറിച്ചാണെങ്കിൽ വാനരൻ അർജുനന്റെ ദാസനാകണമെന്നും പന്തയമുറപ്പിച്ചു. അർജുനൻ പാലം നിർമ്മിച്ചു. എന്നാൽ വാനരൻ നടന്നപ്പോൾ അത് തകർന്നു വീണു. പിന്നെയും പിന്നെയും ഇത് തന്നെ ആവർത്തിച്ചു. വാനരനാൽ പരാജിതനായ അർജുനൻ അഗ്നിസ്നാനത്തിനൊരുങ്ങി. എന്നാൽ അവിടെ ഒരു ബ്രാഹ്മണ ബാലൻ പ്രത്യക്ഷപ്പെട്ട് അർജുനനെ തടഞ്ഞു. പന്തയത്തിൽ മധ്യസ്ഥനില്ലായിരുന്നതുകൊണ്ട് അത് സാധുവല്ലെന്ന് അവൻ വാദിച്ചു. അർജുനൻ വീണ്ടും അമ്പുകളാൽ പാലം തീർത്തു. കുട്ടി വാനരൻ പാലത്തിലൂടെ നടന്നു. എന്നാൽ അത് തകർന്നു വീണില്ല. വാനരൻ തന്റെ വലിപ്പം ഒരു പർവ്വതത്തോളം ഉയർത്തി. അപ്പോഴും പാലം തകർന്നു വീണില്ല. പരാജിതനായ വാനരൻ ബ്രാഹ്മണ ബാലന്റെ കാൽക്കൽ ശ്രീരാമചന്ദ്ര പ്രഭോ എന്ന് പറഞ്ഞു നമസ്കരിച്ചു. അർജുനനും ശ്രീകൃഷ്ണ മന്ത്രം ചൊല്ലി കാൽക്കൽ വീണു. ബ്രാഹ്മണ ബാലൻ ശ്രീകൃഷ്ണനായി മാറി. അർജുനന്റെ പതാകയിലെ ചിഹ്നമായി ശ്രീ ഹനുമാൻ വാക്കുപാലിച്ചു.